ഹലോ. അപ്പോൾ ഇത് മോണ്ടിനീഗ്രോയിലെ തേർഡ് ഡേ ആണ്. അത് കോട്ടൂർ സിറ്റിയിൽ കുറച്ച് മാർക്കറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മോർണിംഗ് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ആ ഓൾഡ് ടൗൺ, ആ കോട്ടയുടെ ഒരു ഔട്ട്സൈഡിലായിട്ടാണ് ഈ മാർക്കറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ നേരെ കയറി ചെന്നത് ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഒരു ചെറിയ ഷോപ്പ്, അവിടെ കുറച്ച് പേരൊക്കെ നിന്നിട്ട് ഫിഷസൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത മീനുകളാണ് എല്ലാവരും. അതിൻ്റെ റേറ്റ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. €9, €8, €13, അങ്ങനെ പല പല ഫിഷസ് അവർ കട്ട് ചെയ്തും അല്ലാണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതേ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഷോപ്സൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ നേരത്തെ ചെയ്യുന്നത് കൊണ്ട് ഷോപ്സൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. പിന്നെ അതേ ഓരോ സൈഡിലൊക്കെ ആയിട്ട് അതിന് കുറേ ഡ്രൈ ഐറ്റംസാണ് കൂടുതൽ ഷോപ്പിലും നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ അവരുടെ ഹോം മെയ്ഡ് ചീസസ് ഉണ്ടായിരുന്നു, പല വെറൈറ്റീസ്, പല മോഡൽസിലൊക്കെ ഉള്ളത്. കൂടുതലും ഷീപ്പ് ചീസസാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ഓരോ സ്ലൈസസ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചീസായതുകൊണ്ട് എനിക്കൊരു മടിയായിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ അതായത് ഇതൊക്കെ ബീഫിൻ്റെയും പോർക്കിൻ്റെയും ഒക്കെ അങ്ങനെ സോസേജസൊക്കെ നന്നായി ട്രൈ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ബോട്ടിൽസിലൊക്കെ അവർ ഫ്രൂട്ട്സും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഷുഗറിലും സോൾട്ടിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ വൈനും നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. ഇതെല്ലാവരും നമ്മൾ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് നല്ല പെരുമാറ്റമാണ് എല്ലാവരുടെ. ഓരോന്നും നമുക്ക് ട്രൈ ചെയ്യാൻ വേഗം തന്നെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. ഈവൻ വൈനായാൽ പോലും നമുക്ക് ഗ്ലാസ്സസിലൊക്കെ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങാം. ഇവിടെ കൂടുതലും മീറ്റാണുള്ളത്, പലതരത്തിലുള്ള മീറ്റുകൾ. അത് ഭയങ്കര നൈസായിട്ടും അല്ലാണ്ടും എല്ലാം നന്നായിട്ട് ഡ്രൈ ചെയ്തൊക്കെ വെൽ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു പോയപ്പോൾ ഈ ഒരു ആൻറ്റി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നേ. ആൾ ഭയങ്കര ഗൗരവത്തിൽ ഫോണൊക്കെ കുത്തി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് മൈൻഡൊന്നും ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾ വന്നിട്ട് നന്നായിട്ട് സംസാരിക്കുകയും, അത് അവരുടെ ലാംഗ്വേജ് തന്നെയാണ്, മോണ്ടിനീഗ്രോ ലാംഗ്വേജ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇതെന്താ പിക്കിളാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്കത് ഇംഗ്ലീഷ് തന്നെ ചിലവർക്ക് മനസ്സിലാവാറുണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ലാംഗ്വേജിലൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയും നല്ല ടേസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഓരോന്നൊക്കെ എടുത്ത് തരുകയും ചെയ്തായിരുന്നു. ആൾ നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിലായിരുന്നു നമ്മളായിട്ട് ഡീൽ ചെയ്തത്. ഇവിടുത്തെ പ്രത്യേകത അതാണ്, എത്ര വേണമെങ്കിലും നമുക്ക് അവർ ട്രൈ ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പോൾ എനിക്കും ഒരാൾക്ക് മാത്രമല്ല, 2 പേർക്കും അവരിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് തന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കിവി, ആപ്രിക്കോട്ട്, പിന്നെ അത് ഇഷ്ടംമാതിരി ഒലീവ്സ്, ബ്ലാക്കും ഗ്രീനും, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. അതിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു അവിടെ. അതേപോലെ ഈ വൈനായാലും ഈ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയാലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോ ഷോപ്പിലെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് വന്നപ്പോൾ അവിടെ കൂടുതലും ഫ്രൂട്ട്സ് ആയിരുന്നു. നല്ല ഫ്രഷ് സ്ട്രോബെറീസും ഓറഞ്ചും ഗ്രേപ്സും അങ്ങനെ എല്ലാമായിട്ടും അവിടെയും സജീവമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് നടക്കുന്ന കണ്ടിട്ട് ഒരു അപ്പാപ്പനെ എന്നെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. BBC എന്നാണോ ഏത് ന്യൂസ് ചാനലാണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അപ്പാപ്പനൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കടകളിലെ ആൾക്കാർ നമ്മളെ പല രീതിയിലും വാങ്ങാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരൊരു നല്ല രീതിയിൽ തന്നെയാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. നല്ല ഫ്രഷാണ്, നല്ല സ്വീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് സ്ട്രോബെറീസൊക്കെ എടുത്ത് നമ്മളോട് സ്മെല്ല് ചെയ്ത് നോക്കൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി ഞങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആരും നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരോട് നൈസായിട്ട് തന്നെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ ഇലകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുക്കിങ്ങിന്
ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ജസ്റ്റ് നോക്കൂ, എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയ ഒരു യെല്ലോ കളറിലെ ചെറിയ ടൊമാറ്റോസ്, നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോട്ടൂർ മാർക്കറ്റ്.